ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിസിനസ് സ്റ്റഡീസിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലും വളരെ അത്യാവശ്യമായ ഒന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിൽ മാനേജ്മെൻറ്റ് ആവശ്യമായി വരുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് പോയിന്റ് എന്ന് പറയുന്നത് അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഏതൊരു ഓർഗനൈസേഷനിലും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ മാനേജേഴ്സിൻ്റെ പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനെയും മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ കോമൺ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക, എംപ്ലോയീസിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജേഴ്സിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രീസിങ് എഫിഷ്യൻസി. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റൊരു ഗോൾ എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആണ്. നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു മാനേജ്മെൻറ്റ് വേണം. മാനേജർക്കാണ് അത് കൂടുതൽ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അങ്ങനെ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് എന്തുണ്ടാവും, കൂടുതൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. അപ്പം നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ, അതായത് നമ്മൾ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് അല്ലെ, പല ചേഞ്ചസും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിലും ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ മാനേജേഴ്സാണ് ഇതുപോലുള്ള ചേഞ്ചസ് ഒബ്സർവ് ചെയ്ത് ബിസിനസ്സിലും അതേ മറ്റുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ആ എംപ്ലോയീസിന്, അവിടെയുള്ള ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനും ഈ ചേഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള അല്ലെ, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ള സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജേഴ്സ് ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു നല്ലൊരു മാനേജർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം ടു അവരുടെ പേഴ്സണൽ ഗോൾസ്, എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് എപ്പോഴും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവർക്ക് ബെറ്റർ സാലറി ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയും മാനേജ്മെൻറ്റ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. മാനേജ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? അവർ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമ്മൾ റീസണബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക കമ്മ്യൂണിറ്റിക്ക്, പുതിയ ടെക്നോളജി, അതായത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്കാണ് നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ നാച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഇറ്റ്സ് ഫണ്ടമെൻ്റൽ ക്യാരക്ടർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ദ റിയൽ വേൾഡ്. എങ്ങനെയാണ് മാനേജ്മെൻറ്റ്, നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് മാനേജ്മെൻറ്റ് വരിക എന്നുള്ള കാര്യമാണ്, അതാണ് അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. സോ നമ്മുടെ എക്സ്പേർട്സ് ഇതിനെ 3 രീതിയിൽ നമ്മൾ മാനേജ്മെൻറ്റിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഇങ്ങനെ 3 രീതിയിൽ, അതായത് നമ്മൾക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ 3 രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത്. എക്സ്പേർട്സ് 3 രീതിയിലാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് നമുക്ക് നോക്കാം, മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആർട്ട് എന്താണെന്ന് നോക്കാം. ആർട്ട് ജസ്റ്റ് എന്താണ്, ഒരു സിമ്പിൾ മീനിങ് മാത്രം മതി. ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ ആപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട് അല്ലേ. അതായത് നമ്മൾക്കില്ല അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു പുതിയൊരു റിസൾട്ട്, പുതിയത് എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതിനാണ്, അതിനാണ് ആർട്ട് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ആർട്ടിൻ്റെ ഫീച്ചേഴ്സ്? ഒന്നാമത്തത് പേഴ്സണൽ സ്കില്ല്. ഓഫ് കോഴ്സ് പേഴ്സണൽ സ്കില്ല് വേണമല്ലോ, പറഞ്ഞല്ലോ. പിന്നെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും, അതുപോലെ റിസൾട്ട് ഓറിയൻറ്റഡ് അപ്രോച്ചാണ്.
ഒരു ആർട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകാൻ എന്തിനായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ നമുക്ക്. ദെൻ ക്രിയേറ്റിവിറ്റി. അതുപോലെ സിറ്റുവേഷണൽ എന്തോ പറയുന്നത് അല്ലേ, ഒരാർട്ട് എന്ത് ചെയ്യും ചേഞ്ചസിനനുസരിച്ച് അല്ലേ, സിറ്റുവേഷണൽ ആണ് അല്ലേ. അടുത്തത് ഇംപ്രൂവ്മെന്റ് ത്രൂ ഡെഡിക്കേഷൻ ആൻഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ്. യെസ്, അത് നമ്മൾ ഏത് കാര്യം എടുത്താലും അങ്ങനെയാണ് അല്ലേ. നമ്മൾ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൻ്റെ നമ്മൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടും, അതിന് ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും. ഇനി നമുക്കിവിടെ ഇതത്ര പ്രധാനമല്ല, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. നമുക്ക് വേണ്ടത് ഇനി മാനേജ്മെന്റ് ഒരു ആർട്ടാണോ അതാണ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. നമുക്ക് മാനേജ്മെന്റിനെ ആർട്ട് എന്ന് വിളിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ നോക്കാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. നമ്മൾ പറഞ്ഞു നമുക്ക് ആർട്ടിൽ ഒരു എന്ത് വേണം, സ്കില്ല് വേണമെന്ന് പറഞ്ഞു. ഒരു സ്കില്ലുണ്ട്, അതിന് തിയററ്റിക്കൽ നോളജ് ആവശ്യമാണ്. അതിനകത്തൊരു നോളജ് ഉണ്ടാവുമല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മ്യൂസിക് എടുത്താലും അതിൽ തിയററ്റിക്കൽ നോളജ് ഉണ്ട്, പ്രാക്ടിക്കൽ നോളജ് ഉണ്ട് തീർച്ചയായിട്ടും. അത് ഏത് ആർട്ട് ഫോം എടുത്താലും അതിനുണ്ടാവും, അതിൻ്റെതായ റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിലും എന്തുണ്ട്, തിയററ്റിക്കൽ നോളജ് ഉണ്ട്, ഇതിൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാ, മാനേജ്മെന്റിലും എന്തുണ്ട്, തിയററ്റിക്കൽ നോളജ്, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ഉണ്ട്. ഇനി അടുത്തത് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. നമ്മൾ ആർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേഴ്സണൽ സ്കില്ലുണ്ട്, അത് നമ്മൾ പേഴ്സണൽ സ്കില്ല് അപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റിലും അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് എല്ലാ മാനേജേഴ്സും ഡിഫറെൻ്റ് ആണ്, എല്ലാ മാനേജേഴ്സും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ, അവർക്ക് അവരുടേതായ സ്കില്ലുണ്ടാവും. ഓരോരാളും എല്ലാ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിവിറ്റീസും എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായാൽ ഒരു മാനേജർ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരിക്കലും മറ്റൊരു മാനേജർ ഹാൻഡിൽ ചെയ്യുക. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അത് വ്യത്യാസമായിരിക്കും അല്ലെ, അവരുടേതായ സ്റ്റൈലായിരിക്കും അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് മാനേജ്മെന്റിൽ. അതുപോലെ അടുത്ത പോയിന്റ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ആർട്ടിന്റെ ഫീച്ചറിൽ പറഞ്ഞതാണ്. മാനേജ്മെന്റും എന്തുണ്ട്, ഇതും പ്രാക്ടിക്കൽ ആണ് അല്ലെ. ഒരു സക്സസ്ഫുൾ മാനേജർ എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം പ്രാക്ടീസ് തന്നെയാണ്. അവർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര ലോങ് ടേമിൽ വർക്ക് ചെയ്താൽ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, അവർക്ക് ഒക്കെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അവരുടെയൊക്കെ എഫിഷ്യൻസി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും അല്ലെ ആ മാനേജറെ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, പ്രാക്ടീസും ക്രിയേറ്റിവിറ്റി, ഇതും എന്തിനു ബേസ് ചെയ്തിട്ടാണ്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ, ആർട്ടിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് മാനേജ്മെന്റിനും ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ആൻ ആർട്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ഒരു സയൻസ് ആണോ? അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്ത് നോക്കണം, സയൻസ് എന്താണെന്ന് നോക്കണം. ജസ്റ്റ് ഒരു മീനിങ് മാത്രം. സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് എക്സ്പ്ലെയിൻ ജനറൽ ട്രൂത്ത് ഓർ ലോ കൺസേണിങ് എ പെർട്ടിക്കുലർ ഫിനോമിന, സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ലോയോ ഒരു ട്രൂത്തോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സയൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, അതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തേന്ന് പറയുന്നത് ഇറ്റ് എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെ. നമ്മളൊരു സയൻസിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത് നമ്മൾ സയന്റിഫിക് ആണെന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ മെയിനായിട്ടും ഒരു കോസും എഫക്റ്റും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ സയൻസിൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഷുഡ് ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. എന്താണ്, ഇതൊരു ജനറൽ ട്രൂത്ത് ആയതുകൊണ്ട് ഇതിനെന്തുണ്ട്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇറ്റ്സ് പ്രിൻസിപ്പിൾ ഷുഡ് ബി വെരിഫയബിൾ. എന്താണ് ഇവിടുത്തെ ഇതിന്റെ പ്രിൻസിപ്പിളും എന്താണ്, സയന്റിഫിക് ആണല്ലോ. അപ്പൊ അതും വെരിഫയബിൾ ആണ്. പ്രിൻസിപ്പിൾസ് ഒക്കെ അതിനൊക്കെ പ്രൂഫ് ഉണ്ട് അല്ലെ. എന്ത് കാര്യം എടുത്താലും സയൻസ് അങ്ങനെയാണ്. ഇനി ഇറ്റ് ഷുഡ് എൻഷുർ പ്രെഡിക്റ്റബിൾ റിസൾട്ട്സ്. നമുക്കൊരു റിസൾട്ട് ഓറിയന്റഡ് ആയത്. നമ്മൾ നേരത്തെ ആർട്ടിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സയൻസ് ഒന്നാണ്, റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ, അത് എന്തും ആയിക്കോട്ടെ. ഇനി അടുത്ത ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് തിയറീസ് ആർ ഇവോൾവ്ഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്.
സയൻസിലെ തിയറീസ് എല്ലാം ഒബ്സർവേഷനും എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടിരുന്നത്. കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്കിപ്പോൾ ഇവിടെ നോക്കേണ്ടത് മാനേജ്മെന്റ് ഒരു സയൻസ് ആണോ എന്നാണ്. മാനേജ്മെന്റ്, വെദർ മാനേജ്മെന്റ് ഈസ് എ സയൻസ് ഓർ നോട്ട്. അപ്പം നമുക്ക് ഒരു കാര്യം പറയാം അതിനു മുമ്പ്, മാനേജ്മെന്റ് എന്തായാലും ഒരു പ്യുവർ സയൻസ് അല്ല. മാനേജ്മെന്റ് ഒരു പ്യുവർ സയൻസ് അല്ല. ബട്ട് എന്നാലും ചില ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസിന് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം മാനേജ്മെന്റിന്റെ കേസ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്, മാനേജ്മെന്റിനും ഇവിടെ ഇറ്റ്സ് ഓൺ സ്പെസിഫിക് വൊക്കാബുലറിയും കൺസെപ്റ്റും ഒക്കെ ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ് ആൻഡ് ഇഫക്റ്റ്, നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ മാനേജ്മെന്റിൽ. പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ എന്താണ് പറയുന്നത്, അപ്പോൾ മാനേജ്മെന്റിനും ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഇനി അടുത്ത കാര്യം, അടുത്തൊരു പോയിന്റ്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. സയൻസിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത് പറഞ്ഞല്ലോ, എക്സ്പെരിമെന്റേഷനും ഒബ്സർവേഷനും ഒക്കെ നടത്തിക്കൊണ്ടാണെന്ന്. അതുപോലെ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരുപാട് എക്സ്പെരിമെന്റും ഒബ്സർവേഷനൊക്കെ നടത്തി, അതായത് ഓർഗനൈസേഷനിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി, എംപ്ലോയീസിനെയൊക്കെ വെച്ച് ഒരുപാട് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ടാണ് അതിലും പ്രിൻസിപ്പിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ്, യൂണിവേഴ്സൽ വാലിഡിറ്റി. യൂണിവേഴ്സൽ വാലിഡിറ്റിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സയൻസ് സബ്ജക്റ്റ് ഇല്ലേ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഇതൊരു 100% അല്ലെങ്കിൽ എക്സാക്ട് സയൻസ് ആണ്, അതുപോലെ യൂണിവേഴ്സലി നമുക്ക് ഫുൾ ആയിട്ട് വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മൾ മെയിൻ ആയിട്ട് മാനേജ്മെന്റിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെയാണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സിനെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എംപ്ലോയീസിനൊക്കെ ഡീൽ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ പ്രിൻസിപ്പിൾസ് ഒക്കെ 100% എക്സാക്ട് കറക്റ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റൂല. ചില സമയത്ത് ഇതൊക്കെ മോഡിഫൈ ചെയ്യേണ്ടി വരും, ചില ഡിഫറെന്റ് സിറ്റുവേഷനിലൊക്കെ അതന്നെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഈസ് കോൾഡ് ആസ് ഇൻ എക്സാക്ട് സയൻസ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് മാനേജ്മെന്റ് ഒരു പ്യുവർ സയൻസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. സയൻസിന്റെ കേസിൽ ഒരു ഇൻഎക്സാക്ട് സയൻസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ സയൻസ്. അടുത്ത മൂന്നാമത്തത് നമുക്ക് നോക്കാം. അടുത്തത് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. യെസ്, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് പ്രൊഫഷൻ എന്ന് പറയണം. പ്രൊഫഷൻ ഈസ് എൻ ഒക്യുപ്പേഷൻ പാക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ്. നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ഒക്യുപ്പേഷൻ, അതിനു വേണ്ടി സ്പെഷ്യലൈസ് ആയിട്ട് നമ്മൾ നോളജ് അക്വയർ ചെയ്യണം, അതിന് ട്രെയിനിങ് നടത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒക്യുപ്പേഷൻ കിട്ടുന്നതെങ്കിൽ അതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ദെൻ ദർ ഈസ് എ ഫോർമൽ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ പഠിക്കുന്നില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തത്, ദർ ഈസ് എ ഫോർമൽ ഓർഗനൈസേഷൻ ആക്ട് ആസ് എ റെപ്രസെന്റേറ്റീവ് ബോഡി. ഇതിന് വേണ്ടിയിട്ട്, അതായത് ഓരോ പ്രൊഫഷനും അവരുടേതായ റെപ്രസെന്റേറ്റീവ് ബോഡി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഡോക്ടേഴ്സിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒക്കെ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ there are some ethical code or standard of conduct should be followed by its members. Yes, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ അവരുടേതായ റൂൾസും റെഗുലേഷൻസും ഒരുപാട് സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി റെമ്യൂണറേഷൻ ഇൻ ദ ഫോം ഓഫ് ഫീ. ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ഫീ ആണ്, ഫീയുടെ രൂപത്തിലാണ് കൊടുക്കുന്നത്. സർവീസ് ഓറിയന്റഡ് ആണ് പ്രൊഫഷൻ, ഓൾമോസ്റ്റ് എല്ലാം എന്താണ്, സർവീസ് ഓറിയന്റഡ് ആണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ എന്ന കാര്യമാണ്. നമ്മൾ പ്രൊഫഷനിൽ പറയുന്ന പോലെ, പ്രൊഫഷനിൽ നമ്മൾ പറഞ്ഞു ചില കോഡ് ഓഫ് കണ്ടക്റ്റും സ്റ്റാൻഡേർഡ്സും റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു പ്രൊഫഷന് ഒരു ഡോക്ടർ ആണെന്ന് പറയണമെങ്കിൽ അവർക്ക് സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഒക്കെ ആവശ്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രിക്റ്റ് ആയ കോഡ് ഓഫ് കണ്ടക്റ്റും ഉണ്ട് അവിടെ എൻറ്റർ ചെയ്യാൻ അല്ലെ. ബട്ട് മാനേജ്മെന്റിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രൊഫഷൻ ആണെന്ന് പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് പരിശോധിക്കാം മാനേജ്മെന്റ് പ്രൊഫഷന്റെ എത്രത്തോളം ഫീച്ചറുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ നോക്കാം.
വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റിനും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോഡി ഓഫ് നോളജ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മാനേജ്മെന്റും ഇതുപോലുള്ള കോളേജസിൽ പഠിക്കുന്നുണ്ട് അല്ലെ. IIM പോലുള്ള കോളേജസിൽ നമ്മൾ മാനേജ്മെന്റ് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനും എന്ത് പറയാം, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എൻട്രി ആൻഡ് അസോസിയേഷൻ. എൻട്രി ആൻഡ് അസോസിയേഷന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കൂടുതൽ റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ കൂടുതൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒന്നും ഏതിനില്ല എന്ന് പറഞ്ഞു, മാനേജ്മെന്റിന് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ മാനേജ്മെന്റിനും അസോസിയേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. മാനേജ്മെന്റിനും ഇന്ത്യയിൽ അസോസിയേഷൻസ് ഉണ്ട്. പക്ഷെ ഇത്രയധികം നമുക്ക് എന്തില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. അപ്പൊ ഇതിൽ മാനേജ്മെന്റ് ഈ ഒരു അസോസിയേഷനിൽ അംഗത്വം ഇല്ലാത്തവർക്കും നമുക്ക് നോർമലായിട്ട് ഏതൊരു കമ്പനിയിൽ മാനേജർ ആവാം. ഇത് കമ്പൽസറി അല്ല, ഇതിൽ അംഗത്വം എടുക്കണം എന്നില്ല. അവരുടെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ പോലും അത് കമ്പൽസറി അല്ല. ഇതിൽ അസോസിയേഷനിൽ മെമ്പർ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ അത്രക്ക് സ്ട്രിക്റ്റ് അല്ല. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. യെസ്, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ആണ്. ഇവിടെ എന്തില്ല, മാനേജ്മെന്റിൽ അങ്ങനെ കൃത്യമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതോ കമ്പൽസറി ആയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഒന്നും മാനേജർക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് നമ്മളൊരു പ്രൊഫഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. ഇനി ലാസ്റ്റ് പോയിന്റ് സർവീസ് മോട്ടീവ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സർവീസ് ഓറിയന്റഡ് ആയിരിക്കും, നമ്മൾ ഫീച്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനേജ്മെന്റ്, പക്ഷെ നമ്മൾ ട്രഡീഷണൽ മാനേജ്മെന്റ് എയിം ചെയ്തിരുന്നത് എന്തിലാണ്, പ്രോഫിറ്റിൽ തന്നെയായിരുന്നു കൂടുതൽ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പൊ നമ്മളൊരു മോഡേൺ മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരും എന്താണ്, സർവീസ് ഓറിയന്റഡ് ആണ്. അവരും ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു, അതായത് സർവീസ് മോട്ടീവാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോഴത്തെ മോഡേൺ മാനേജ്മെന്റ് പ്രകാരം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെന്റും സർവീസ് മോട്ടീവാണ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ്, പ്രൊഫഷനും ചില മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രൊഫഷൻ ആണെന്ന് പറയാം. എല്ലാ ഫീച്ചേഴ്സും പ്രൊഫഷന്റെ എല്ലാ ഫീച്ചേഴ്സും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിലും ജസ്റ്റ് ഒരു പ്രൊഫഷനാന്ന് പറയാം. പക്ഷേ എങ്കിൽ നമ്മൾ പറഞ്ഞു പ്രൊഫഷനെ പോലെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് പ്രൊഫഷൻ അല്ല. നമ്മൾ ഇൻഎക്സാക്ട് സയൻസ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് പ്രൊഫഷൻ അല്ല. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനി നമ്മളെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഒരു മാനേജ്മെന്റിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ലെവൽസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് എന്തിന്റെ ബേസിലാണ്, അവിടുത്തെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതിന്റെ ബേസിലാണ് ഈ ഹയറാർക്കിക്കൽ റിലേഷൻഷിപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടുത്തെ അതോറിറ്റി, പിന്നെ അവിടെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആ ലേബർ വർക്ക്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 ലെവലായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവൽ, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് ആദ്യം ടോപ്പ് ലെവൽ നോക്കാം. ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ഓർഗനൈസേഷൻ. ഇവരാണ് ഓർഗനൈസേഷന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇതിൽ ആരൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞേ, അതിന്റെ നമ്മൾ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ജനറൽ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ്, ഇതുപോലുള്ള ആൾക്കാരാണ് ഏതിൽ വരുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. ഇവരുടെ ഡ്യൂട്ടി എന്താണ്, ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷസ് പോളിസീസ്, പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഫങ്ഷൻസ്, നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, എസ്റ്റാബ്ലിഷ് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ബിസിനസിന്റെ ആലോചിക്കണ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരാണ് ഇവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരാണ് നമ്മളെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആവശ്യമായ പോളിസീസും പ്ലാൻസും ഉണ്ടാക്കുന്നത് ആരാണ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്സ് ആണ്. യെസ്. അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇഷ്യൂസ് നെസസറി ഇൻസ്ട്രക്ഷൻ ടു ദ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. അതായത് മിഡിൽ ലെവൽ മാനേജ്മെന്റിന് ആവശ്യമായ, അവിടുത്തെ ഹെഡിന് ആവശ്യമായ
ഹെഡ്സിന് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് അല്ലെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഇറ്റ് കോർഡിനേറ്റ് ആക്ടിവിറ്റീസ്, അതൊരു ബിസിനസിന്റെ ഓവറോൾ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അല്ലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. മെയിൻറ്റെയിൻ പബ്ലിക് റിലേഷൻ, എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ പബ്ലിക് റിലേഷൻ വരിക? നമ്മുടെ പുറത്തുള്ള ആൾക്കാരുമായിട്ട് അഡ്വർടൈസ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അവർ എന്ത് ചെയ്യുക? പബ്ലിക് റിലേഷൻ സ്ഥാപിക്കുക. അടുത്തത് അപ്പോയിന്റ് എക്സിക്യൂട്ടീവ്സ് ഫോർ മിഡിൽ ലെവൽ. പറഞ്ഞാൽ ടോപ്പ് ലെവലിന്റെ തൊട്ട് താഴെയിലാണ് മിഡിൽ ലെവൽ. അപ്പൊ അവിടത്തേക്ക് വേണ്ട എക്സിക്യൂട്ടീവിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവലാണ്, അവരാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് മിഡിൽ ലെവലിനെ കുറിച്ച് പഠിക്കാം. രണ്ടാമത്തെ ലെവലാണ് മിഡിൽ ലെവൽ എന്ന് പറയുന്നത്. ഇവരെന്താണ് അറിയപ്പെടുന്നത്? ദേ ആർ ദ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ് ഇവര്. ഇവര് മെയിൻ ആയിട്ടും എൻഗേജ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഡിഫറെന്റ് ഫംഗ്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷനാണ് ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ. ഇതാണ് ഇവർ മെയിൻ ആയിട്ട് മിഡിൽ ലെവൽ മാനേജ്മെന്റ് നടത്തുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്ന ആൾക്കാർ ഏതൊക്കെയാണ്? പർച്ചേസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജർ, പേഴ്സണൽ മാനേജർ ആൻഡ് പ്രൊഡക്ഷൻ മാനേജർ. ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അവരുടെയൊക്കെ ഹെഡാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി മിഡിൽ ലെവൽ മാനേജ്മെന്റിന് നോർമലായിട്ട് വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കമ്മ്യൂണിക്കേറ്റ് ദ പോളിസീസ് ഓഫ് ദ ടോപ്പ് മാനേജ്മെന്റ് ടു ലോവർ ലെവൽസ്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവലിലെ ആൾക്കാർ എന്ത് ചെയ്യും? മിഡിൽ ലെവൽസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അവരുടെ ആ പോളിസീസും ടോപ്പ് ലെവലിന്റെ പോളിസീസ് ഒക്കെ ലോവർ ലെവലിലേക്ക് അറിയിക്കുന്നത് ഈ മിഡിൽ ലെവൽസ്. അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മിഡിൽ ലെവലായിരിക്കും. ഇനി ഇംപ്ലിമെന്റ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് ലെവലാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവലിലുള്ള മാനേജ്മെന്റ് ആണ്. മെയിൻറ്റെയിൻ ക്ലോസർ വാച്ച് ഓൺ ഡേ ടു ഡേ റിസർച്ച്. എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ ഡൈനാമിക് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡേ ടു ഡേ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഡേ ടു ഡേ റിസർച്ച് നടത്തുക എന്നുള്ളത് ആരുടെ പണിയാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെയാണ്. അടുത്തത് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ എംപ്ലോയീസ് ആൻഡ് ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻസ്. മിഡിൽ ലെവൽ മാനേജർ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പർച്ചേസ് മാനേജർ അപ്പൊ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് ആവശ്യമായ ആക്ഷൻസ് എടുക്കുക. അവരെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തെടുക്കുക അല്ലെ, റിനോവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ്, വർക്കേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് മിഡിൽ ലെവൽ മാനേജേഴ്സ് വർക്കേഴ്സുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. ലോവർ ലെവൽ എംപ്ലോയീസുമായിട്ട് അടുത്ത് നിൽക്കുന്ന മിഡിൽ ലെവൽ ആണല്ലോ. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഫങ്ഷൻസ്. കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ ആണ്. അടുത്തത് മൂന്നാമത്തെ നമുക്ക് നോക്കാം ലോവർ ലെവൽ എന്ന് പറയുന്നതിന് സൂപ്പർവൈസറി എന്നും അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്നുള്ള പേരുണ്ട് കേട്ടോ. നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ ഇതുപോലെ എഴുതുന്നത് നല്ലതായിരിക്കും, ഓർമ്മയിലുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇതില് മെയിൻ ആയിട്ട് ലോവർ ലെവലിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫോർമാൻ, സൂപ്പർവൈസേഴ്സ്, സെയിൽസ് ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ലോവർ ലെവലിൽ വരുന്നത്. ഇവരുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഡയറക്ഷനും കൺട്രോളും ഫംഗ്ഷനും. ഈ രണ്ട് ഫംഗ്ഷനാണ് വരുന്നത്. ഇപ്പൊ ടോപ്പ് ലെവൽ കൂടുതലായിട്ട് എന്താണ് വരുന്നത്? പ്ലാനിങ് ആക്ടിവിറ്റീസ് ആണ് അവർ വരുന്നത്. മിഡിൽ ലെവൽ നമ്മൾ പറഞ്ഞത് ഓർഗനൈസേഷനും അതുപോലെ ഡയറക്ഷൻ ഫംഗ്ഷനും ആണ് വരുന്നത് അല്ലെ. ഇപ്പൊ ഇവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡയറക്ഷനും കൺട്രോളിങ് ഫംഗ്ഷനാണ്. ഈ മാനേജ്മെന്റ് ഈ രണ്ട് ഫംഗ്ഷനിലാണ് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലാൻ ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഏറ്റവും താഴെയുള്ള ലോവറിലെ എംപ്ലോയീസ് ആണ്. അപ്പൊ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യാം. ഡെയിലി പ്ലാൻ ആണ്. അടുത്തത് അസൈൻ ജോബ് ടു ഓൾ വർക്കേഴ്സ്. എല്ലാ വർക്കേഴ്സിനും ഓരോരോ ജോബ് അസൈൻ ചെയ്ത് കൊടുക്കുക. വാച്ച് അവർ ടു അവർ റിസൾട്ട്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവര് ഓരോ മണിക്കൂറിലുള്ള കാര്യങ്ങൾ
വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് ബിസിനസ്സിൽ കാര്യങ്ങളൊക്കെ, പ്രൊഡക്ഷനും അവിടെ എംപ്ലോയീസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും ഓരോ അവറിൽ നടക്കുന്നത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കലാണ് ലോവർ ലെവലിന്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ട് ഫീഡ്ബാക്ക്. അപ്പോൾ ഇപ്പൊ പറഞ്ഞു ഇതൊക്കെ വാച്ച് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മിഡിൽ ലെവലിനെ അറിയിക്കും. അപ്പൊ റിപ്പോർട്ട് ഫീഡ്ബാക്ക് അവരെ റിപ്പോർട്ട് ചെയ്യണം, മിഡിൽ ലെവലിൽ റിപ്പോർട്ട് ചെയ്യണം എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എല്ലാം ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. ഇനി അടുത്തത് മെയിൻറ്റെയിൻ പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് എംപ്ലോയീസ്. എംപ്ലോയീസുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അവരാണ് ഡയറക്റ്റ് റിലേഷൻ. നമ്മൾ മിഡിൽ ലെവലിൽ പറഞ്ഞു അവർ കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഈ ലോവർ ലെവലിൽ ഇവർ ഈ സൂപ്പർവൈസർ ഈ ലോവർ ലെവലിലെ ഹെഡുമായിട്ടായിരിക്കും കോണ്ടാക്ട് കൂടുതൽ. എന്നാൽ ഈ സൂപ്പർവൈസേഴ്സ്, നമ്മളിപ്പം പറഞ്ഞ പോലത്തെ സൂപ്പർവൈസേഴ്സോ സെയിൽസ് ഓഫീസേഴ്സോ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുന്ന ലോവർ ലെവൽ എംപ്ലോയീസ് ഉണ്ടല്ലോ, ലേബേഴ്സ് ഉണ്ടല്ലോ താഴേക്കടയിലുള്ള, അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത് ലോവർ ലെവൽ മാനേജ്മെന്റിനായിരിക്കും. അതുകൊണ്ട് തന്നെ അവരായിരിക്കും എംപ്ലോയീസുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നുണ്ടാവുക, പേഴ്സണൽ കോണ്ടാക്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം ആര്? ലോവർ ലെവൽ മാനേജ്മെന്റ്. അടുത്തത് മെയിൻറ്റെയിൻ മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ഇൻ പ്രോപ്പർ കണ്ടീഷൻ. ഇപ്പോൾ ഡേ ടു ഡേ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെഷീനറിയും എക്യുപ്മെന്റ്സും നല്ല പ്രോപ്പർ കണ്ടീഷനിലാണോ, പ്രോപ്പർ വർക്കിംഗ് ആണോ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ്. ദ ലാസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു വർക്കേഴ്സ്. അപ്പോൾ എംപ്ലോയീസിന്, വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണ്? ഈ സൂപ്പർവൈസേഴ്സ് അല്ല, ഈ ലോവർ ലെവലിലെ മാനേജ്മെന്റ് ആണ്. ഇത്രയാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. നിങ്ങൾ ഡൗട്ട്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.